ദിനകർ ഉണ്ട്. ദിനകർ, ഏതാണ്ട് തിരുവനന്തപുരം എത്ര ശതമാനത്തിലേക്ക് എത്തി എന്ന് നോക്കുമ്പോൾ 15% നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഉച്ചയോടെത്തുമ്പോൾ എത്ര ശതമാനത്തിലേക്ക് എത്തും? തിരുവനന്തപുരത്തിന്റെ പൂർവ്വകാലങ്ങൾ കൂടി പരിശോധിച്ച് എങ്ങനെയാണ് ഈ പോളിംഗ് ട്രെൻഡ്? അജുംഷാദ്, സംസ്ഥാനത്തൊട്ടാകെ 15.17% പേർ വോട്ട് രേഖപ്പെടുത്തി. 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഉള്ള കണക്കാണ് ഇത്. പോളിംഗ് വർദ്ധിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരം എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ തിരുവനന്തപുരത്ത് 15% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ തിരുവനന്തപുരം ജില്ലയിൽ ഒട്ടാകെ 68.3% പേരായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണ ഒരുപക്ഷെ അതിലും കൂടും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെ നമുക്ക് ലഭ്യമാണ്. തീരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും പോളിംഗ് കാര്യമായി നടക്കുന്നുണ്ട്. ജനങ്ങൾ, വോട്ടർമാർ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഒരിടത്തൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രാവിലെ ചില ബൂത്തുകളിൽ വൈദ്യുതി തടസ്സം ഉണ്ടായതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. പോളിംഗ് ക്രമേണ ഉയരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ പൊതുവെ പോളിംഗ് അല്പം മന്ദഗതിയിലായിട്ടുണ്ട്. എന്നാൽ പ്രാന്തപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലുമൊക്കെ വലിയ തോതിൽ ആളുകൾ പോളിംഗ് ബൂത്തിൽ നീണ്ട നിരയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. ആകാശം മേഘാവൃതമാണ് എങ്കിലും, മൂടിക്കെട്ടി കിടക്കുകയാണ് എങ്കിലും ഇപ്പോൾ മഴ ഇല്ലാത്തത് വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തുന്നതിന് ബൂത്തുകളിലേക്ക് എത്താൻ തടസ്സമൊന്നും നേരിടുന്നുമില്ല. അജിംഷാദ്, തീർച്ചയായും മഴ ഒരു തടസ്സമല്ല എന്ന് തന്നെയാണ്. ഉത്സുകതയോടെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. 15.17% ആദ്യ 2 മണിക്കൂറിൽ പോളിംഗ് ശതമാനം. തീർച്ചയായിട്ടും അജിംഷാദ്, കേരളം വിധി എഴുതുകയാണ്. ആദ്യ 2.5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കേരളം 17.1% പോളിംഗ് രേഖപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും സ്വാമി, നമുക്ക് CN ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകളിലേക്ക് കൂടി പോകാം. ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന് CN ബാലകൃഷ്ണൻ. 6 സീറ്റ് നിലനിർത്തും. കൂടുതൽ സീറ്റ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് UDF. എല്ലാവരും നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. UDF പ്രത്യേകമായി ജില്ലയിൽ പ്രശ്നമൊന്നുമില്ലാതെ, പൊതുവെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ജയിക്കണമെന്ന് മാത്രം ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തുകയാണെങ്കിൽ 17.1% പോളിംഗ് ആണ് കേരളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ തീർച്ചയായും ഇപ്പോൾ ജീവൻ കൂടിയുണ്ട്. 19% ആയിട്ട് ആലപ്പുഴ എത്തി നിൽക്കുന്നു. ജീവൻ കുമാറിലേക്ക് പോയാൽ, ജീവൻ 19% എത്തിയിരിക്കുന്നു ആലപ്പുഴ. ജീവനുമായി ശബ്ദ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും കേരളം ഏതാണ്ട് ഉത്സുകമായി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. 21,000-ൽ പരം ബൂത്തുകളിൽ നിന്നും 21,000-ൽ പരം ബൂത്തുകളിൽ നിന്നുമുള്ള വിവരങ്ങളാണ് പീപ്പിൾ TV സദാ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത്. തത്സമയ വിവരങ്ങളുമായി തുടരുകയാണ്. തീർച്ചയായും ദുൽഖർ സൽമാൻ കൂടി വോട്ട് ചെയ്തു. സ്വാമി, ദുൽഖർ സൽമാൻ പറഞ്ഞ വാക്കുകൾ കൂടി. അതെ, തീർച്ചയായും എല്ലാ യുവാക്കളും എസ്പെഷ്യലി വന്ന് വോട്ട് ചെയ്യണം. നമ്മുടെ കടമയാണ്, നമ്മുടെ അധികാരമാണ്. ആ റൈറ്റ് എല്ലാവരും എക്സസൈസ് ചെയ്യണം. താങ്ക് യു. കുമ്മനം രാജശേഖരൻ പറഞ്ഞ വാക്കുകളിലേക്ക് തീർച്ചയായും സുരേഷ് ഗോപി എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നോക്കാം. സ്വാമി, പ്രതീക്ഷ വാനോളമാണ്. അത് സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കാം. കാരണം ഇലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സെലക്ഷനേക്കാൾ ഉപരി അത് പല കളികളിലും പെടുന്നു. അത് ജനങ്ങൾ മനസ്സിലാക്കി അങ്ങനെ സർക്കസ് കളിക്കാൻ ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് ചെവി കൊടുക്കാതെ നേരായ വഴിക്ക് വന്നു. അത് BJPക്കായാലും കോൺഗ്രസിനായാലും LDFനായാലും നേരായ വഴിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ജനാധിപത്യത്തിന് ഒരു സമർപ്പണമാകൂ. ഇന്ത്യയുടെ പ്രതീക്ഷയാണ് ഞാൻ പറഞ്ഞത്. അത് വാനോളം തന്നെയാണ്. നമ്മളിപ്പോൾ ജനങ്ങളോട് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു, അഭ്യർത്ഥിച്ചു. ഇനി നമ്മുടെ നിശ്ചയമല്ല, അവരുടെ നിശ്ചയത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ജനങ്ങൾ നിശ്ചയിക്കട്ടെ.
17.1% കേരളം പോളിംഗ് ബൂത്തുകളിൽ നിൽക്കുകയാണ്. ഓരോ നിമിഷവും കൂടാം. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും 19% വോട്ടിംഗ് ആണ് ആലപ്പുഴയിൽ നിന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, അജിംഷാദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ നടക്കുന്ന ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ ആലപ്പുഴക്കാർ ഏറ്റവും ഔത്സുക്യത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയ ഒരു ജില്ലകളിലൊന്നായി ആലപ്പുഴ ഇതിനോടകം മാറിക്കഴിഞ്ഞു. 19%-ലേറെ ആളുകൾ ഇതിനോടകം, വോട്ടർമാർ ഇതിനോടകം വോട്ട് ചെയ്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരുപക്ഷെ സംസ്ഥാന ശരാശരിയേക്കാൾ അല്പം കൂടുതലുള്ള കണക്കാണ്. രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ 2 മാസത്തിലേറെ നടത്തിയ പ്രചണ്ഡമായ പ്രചാരവേലയുടെ ഫലമാണെന്നോണമായിരിക്കാം ഒരുപക്ഷെ വോട്ടർമാർക്ക് ഇത്തരത്തിൽ വീട്ടിലിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥ, ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും കാർമേഘങ്ങൾ മൂടിയിരിക്കുകയാണ്. പലയിടത്തും നല്ല വെളിച്ചക്കുറവുണ്ട്, ചില സ്ഥലങ്ങളിൽ നല്ല കാറ്റ് വീശുന്നുണ്ട്. ഒപ്പം മഴ പല ഭാഗത്തും, ചില ഭാഗങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ മഴയില്ലാത്തടത്ത് പോലും ഒരു നേരിയ ചാറ്റൽ മഴ പല ഭാഗങ്ങളിലും കാണാം. പക്ഷേ അതിനെയൊക്കെ തൃണവൽ കണിച്ചുകൊണ്ട് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യമാണ് നമുക്കിവിടെ ആലപ്പുഴയിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന രാഷ്ട്രീയ ഭാഗധേയത്തിൻ്റെ ഭാഗമായി ആലപ്പുഴക്കാർ മാറാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. ഇപ്പോൾ പ്രധാനപ്പെട്ട മുന്നണിയുടെ നേതാക്കന്മാരും CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക്ക് വോട്ട് രേഖപ്പെടുത്തി. 100-ന് മുകളിൽ സീറ്റിൽ LDF വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി പങ്കുവെച്ചത്. തൊട്ടടുത്ത മണ്ഡലത്തിൽ അമ്പലപ്പുഴയിൽ G. സുധാകരൻ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹവും 100-ലേറെ സീറ്റുകളുടെ ഭൂരിപക്ഷവുമായി LDF അധികാരത്തിൽ വരും എന്ന ശുഭാപ്തി വിശ്വാസം മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് മാവേലിക്കരയിലെ തൃപ്പരന്തൂർ സ്കൂളിലാണ് വോട്ടുള്ളത്. അവിടെ രമേശ് ചെന്നിത്തല വോട്ട് രേഖപ്പെടുത്തി. KC വേണുഗോപാൽ MP-യും വോട്ട് രേഖപ്പെടുത്തിയവരുടെ ഗണത്തിലുണ്ട്. ചെറിയ ചില തകരാറുകൾ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി കഞ്ഞിക്കുഴിയിലെ ചേർത്തല നിയോജക മണ്ഡലത്തിൽപ്പെട്ട കഞ്ഞിക്കുഴിയിലെ 141-ാം ബൂത്തിൽ വെളിച്ചക്കുറവ് മൂലം കഴിഞ്ഞ 1.5 മണിക്കൂറായി വോട്ടിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്ന വാർത്തയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വെളിച്ചക്കുറവ് പരിഹരിക്കുന്നതിനായി, മറ്റ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ ശ്രമിക്കുന്നുണ്ട്. അവിടെ വോട്ടിംഗ് അല്പസമയത്തിനകം പുനരാരംഭിക്കാൻ കഴിയും എന്നാണ് അവർ നമ്മളോട് ആ പ്രത്യാശയാണ് പങ്കുവെക്കുന്നത്. ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ആര്യാട് പ്രീതികുളങ്ങരയിൽ 161-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീനിലെ തകരാറ് കാരണം നേരത്തെ അരമണിക്കൂറിലേറെയായി വോട്ടിംഗ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അല്പസമയങ്ങൾക്ക് മുമ്പ് അവിടെ വോട്ടിംഗ് പുനരാരംഭിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു അനിഷ്ടകരമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കായംകുളം കണ്ടല്ലൂർ പഞ്ചായത്തിലെ മാറമ്പിൽ LDF പ്രചരണ ബോർഡുകൾ കൂട്ടത്തോടെ നശിപ്പിച്ചിരിക്കുന്നു. അവിടെ LDF പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അജിംഷാദ്. തീർച്ചയായും സോമി, ഇപ്പോൾ വയനാട് നിന്നും ഒരുപക്ഷെ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറവ് ശതമാനം 15% വയനാട്. കഴിഞ്ഞ തവണ വയനാട് 73.8%, അതായത് തൊട്ടടുത്തുള്ള കോഴിക്കോട് 81.3% എത്തിയപ്പോൾ അന്നും വയനാട് 73.8 കഴിഞ്ഞ തവണത്തേത്. ഇപ്പോൾ 15%-ലേക്കാണ് എത്തി നിൽക്കുന്നത്. അത് താരതമ്യേന മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവാണ്. അനൂപിലേക്ക് പോവുകയാണ്. അനൂപ്, ഇപ്പോൾ 15% പോളിംഗ് ആണ് വയനാട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ വളരെ പിന്നോക്കമായിരുന്നു വയനാട് ജില്ല. എന്നാൽ ഇപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 15%-ലേക്ക് എത്തി നിൽക്കുന്നു. ആദ്യ 2.5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇപ്പോഴുള്ള വയനാട്ടിലെ പോളിംഗ് ശതമാനത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അതായത് സോമ്പി, വയനാട്ടിൽ താരതമ്യേന പൊതുവെ മന്ദഗതിയിലാണ് വോട്ടിംഗ് പുരോഗമിക്കാറുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇതുപോലെ തന്നെ സമാന സാഹചര്യത്തിൽ രാവിലെ മുതൽ മന്ദഗതിയിൽ പോളിംഗ് ആരംഭിച്ചിരുന്നുവെങ്കിലും ഏതാണ്ട് 80%-ലധികമായി പോളിംഗ് ശതമാനം ഉയർന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക വോട്ടുകളും തങ്ങൾക്ക് അനുകൂലമായ മിക്ക വോട്ടുകളും ഉച്ചയ്ക്ക് മുൻപ് തന്നെ വോട്ടർമാരെ ബൂത്തിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് മുന്നണികളെല്ലാം തന്നെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗിലെ പുരോഗതി പ്രകടമായി തന്നെ കാണുന്നുണ്ട്. എനിക്ക് പുറകിൽ കാണുന്ന കൽപ്പറ്റയിലെ
തീർച്ചയായിട്ടും അനൂപിലേക്ക് എത്താനാകും. 15% താരതമ്യേന മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് വോട്ടിംഗ് ശതമാനം ഇപ്പോൾ വയനാട് നിന്നാണ്. ഒരുപക്ഷെ സോമി, ഏതാണ്ട് 15.17% കേരളം പൊതുവിൽ എത്തി നിൽക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ ആദ്യ മണിക്കൂറുകളിൽ അത് കുറഞ്ഞ പോളിംഗ് അല്ല എന്ന് മാത്രമല്ല, ഇങ്ങനെയാണെങ്കിൽ വലിയ ഒരു പോളിംഗ് ശതമാനം കേരളം എന്തോ വലിയ തരത്തിൽ തന്നെ കരുതി വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതും. അത്തരത്തിൽ തന്നെയാണ് ഇതിൽ നിന്ന് പക്ഷേ എന്താണ് കരുതിയിരിക്കുന്നതെന്ന് 19-ാം തീയതി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം. ഏതായിരുന്നാലും 15.17% കേരളം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ 2 മണിക്കൂറുകൾ പിന്നിടുന്ന ഘട്ടത്തിൽ കൂടിയാണ്. തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂർ 17% വോട്ടാണ് ഏറ്റവും പുതിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡാനി പോൾ നമ്മുടെ പ്രതിനിധി ചേരുന്നു. സോമി, ഡാനി പോൾ. ഡാനി, തൃശ്ശൂർ 17% പോളിംഗ് ആണ് ആദ്യ 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 17% പോളിംഗ് നിരക്ക് എത്തിയിരിക്കുന്നു. തൃശ്ശൂർ മറ്റ് ജില്ലകളിൽ എന്ന പോലെ തന്നെ രാവിലെ മുതൽ തന്നെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞേക്കും. ഒരു മഴയുടെ അന്തരീക്ഷം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് തൃശ്ശൂരിലെ വലിയ രീതിയിൽ തന്നെയാണ് ഈ ദിവസം തൃശ്ശൂർകാർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. നമുക്ക് വിവിധ ബൂത്തുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാ ബൂത്തുകളിലും എന്ന പോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രായമായവർ, സ്ത്രീകൾ എല്ലാവരും തന്നെ ഈ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. അങ്ങനെ വലിയൊരു തിരക്ക് എല്ലാ ബൂത്തുകളിലും തന്നെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ തവണ 74.88 ആയിരുന്നു പോളിംഗ് നിരക്ക്. ഇക്കുറി ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അത് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു അനുമാനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 76% പോളിംഗ് നിരക്ക് എത്തിയിരുന്നു. ഇതെല്ലാം തന്നെ ഒരു വലിയ പോളിംഗ് നിരക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. രാവിലെ തന്നെ പ്രമുഖ വ്യക്തി വോട്ട് ചെയ്ത് മടങ്ങി. അത്തരം എല്ലാവരും തന്നെ സമ്മതിദാനം ഉപയോഗം തീർച്ചയായും ഡാനി 17% തൃശ്ശൂർ മുന്നിട്ട് തന്നെ നിൽക്കുകയാണ് പോളിംഗ് ശതമാനത്തിൽ. ഏതാണ്ട് കേരളത്തിൻ്റെ മുഴുവൻ ജില്ലകളിലൂടെയും ഓടുമ്പോൾ ഏതാണ്ട് ഒറ്റപ്പെട്ട വയനാട് മാത്രമാണ് സോമി പിന്നിലേക്ക് നിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും വളരെ ഉത്സുകതയോടുകൂടി തന്നെയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. എന്തുതരം രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകാം, എന്തുതരം അട്ടിമറികൾ, ഒരുപാട് പ്രതീക്ഷകൾ. എല്ലാ മുന്നണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്തൊക്കെ പുതിയ എഴുത്തുകൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് NSSന്റെ സുകുമാരൻ നായർ പറഞ്ഞ കാര്യങ്ങളാണ്. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്ന ഒരു വിധിയെഴുത്താകണം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകേണ്ടത് എന്നാണ് ശ്രീ സുകുമാരൻ നായർ പ്രതികരിച്ചിരിക്കുന്നത്. ഏറ്റവും ഈ ഘട്ടത്തിൽ പ്രാധാന്യം അറിയിക്കുന്നു എന്ന് പറയാവുന്ന ഒരു പ്രസ്താവന തന്നെയാണത്. തീർച്ചയായും കേരളം ഇങ്ങനെ പോകുന്നു. 15.17% കേരളത്തിൻ്റെ പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു. ആദ്യ 2.5 മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ. മലപ്പുറം 16.5% വോട്ട്, ഇടുക്കി 16%, ആലപ്പുഴയിൽ 19% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവൻ കുമാർ ഒരിക്കൽ കൂടി ചേരുന്നു. ജീവൻ, മഴയുണ്ട്, കാറ്റുണ്ട്, പലവിധ പ്രകൃതിക്ഷോഭങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവർ വോട്ടിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നതെന്ന് രാവിലെ തന്നെ ജീവൻ സൂചിപ്പിച്ചിരുന്നു. അത് ശരിയാണ് എന്ന് ബോധ്യമാകുന്നതാണ് 2.5 മണിക്കൂർ കഴിയുമ്പോൾ. 19% ആലപ്പുഴ. അജുംഷാദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായ ഔന്നിത്യം എല്ലാ കാലത്തും പാലിക്കുന്ന ജനതയാണ് ആലപ്പുഴ ജില്ലയിലേത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കാണ് ആലപ്പുഴയിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഒരുപക്ഷെ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്നതോ ആയ 20.29% ഈ മണിക്കൂറിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. ജീവൻ, തുടർന്നോളൂ. സ്വാമി, ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും രാവിലെ മുതൽ തന്നെ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് ജില്ലയുടെ പല ഭാഗങ്ങളിലും കനത്ത മഴയാണ് രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കനത്ത മഴയ്ക്ക് ഒരു ചെറിയ വിഘാതം ഇപ്പോൾ വന്നിട്ടുണ്ട്. മഴ നേർത്ത ചാറ്റൽ മഴയായി മാറിയിട്ടുണ്ട്. പക്ഷേ അന്തരീക്ഷം മേഘാവൃതമായതിനാൽ
മേഘാവൃതമായതോ പ്രകൃതിയുടെ പ്രക്ഷുബ്ധാവസ്ഥയോ ഒന്നും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആലപ്പുഴയിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പോളിംഗ് ശതമാനം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൊല്ലം 20% എത്തിയിരിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. കൊല്ലം 20%, അതാണ്ട് 20.2% കേരളം ഉയരുന്ന ഘട്ടം. കൊല്ലം ജില്ലയിൽ 20% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും രാജ്കുമാറിനെ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാക്കാവുന്നതാണ്. പക്ഷേ ഇതുവരെ രാജ്കുമാർ ലഭ്യമായില്ല എന്ന് തോന്നുന്നു. സ്വാമി, അതായത് ഏതാണ്ട് കേരളത്തിൽ 20.2%, 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ സ്റ്റാറ്റിക്സ് ഒരു പക്ഷേ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ ആദ്യ മണിക്കൂറുകളിൽ എങ്ങനെയാണ് പോളിംഗ് ശതമാനത്തിന്റെ രീതി പുരോഗമിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ വിഷയമാക്കേണ്ടത് തന്നെയല്ലേ സ്വാമി? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെട്ട വിവിധ വിഷയങ്ങളും അത്തരത്തിൽ തന്നെ ഉള്ളതാണ്. ആ കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ടാണ്, പ്രതികൂലമായ കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ടാണ് പല ജില്ലകളിലും പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ വലിയ തരത്തിൽ ഏതാണ്ട് 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ കാണിക്കുന്ന ഈ പോളിംഗ് ശതമാനം വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. ഏകദേശം 2011 75.12% കേരളത്തിന്റെ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ വൈകിട്ട് പോളിംഗ് അവസാനിക്കുമ്പോഴേക്കും 75.12% എന്നത് മറികടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.